ലോസ് ഓഫ് മോഷൻ എക്സാമിൽ 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയുന്ന ഭാഗമാണ്. ഇപ്പോൾ ലോ ഓഫ് ഇനേഷ്യ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എക്സ്പെരിമെൻ്റാണ്, ഗലീലിയോൻ്റെ ഒരു എക്സ്പെരിമെൻ്റ്. അപ്പം ഗലീലിയോ എന്താണ് എക്സ്പെരിമെൻ്റ് ചെയ്തത്, അതിൽ നിന്ന് അയാൾക്ക് മനസ്സിലായത് എന്താണ്, അതാണ് ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗലീലിയോൻ്റെ എക്സ്പെരിമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഗലീലിയോ ചെയ്തത് ഇത് മാത്രമാണ്. ഗലീലിയോ എന്താക്കി, ഒരു ബോൾ എടുത്ത് ഇങ്ങനെയുള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ചു. ഇങ്ങനെയുള്ള ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ചു. എന്നിട്ട് ഈ ബോൾ എന്താക്കി, ആ മേലെ നിന്ന് വിട്ടു. അപ്പോൾ എന്തായി, ബോൾ താഴത്തേക്ക് പോയി, ഇങ്ങോട്ട് വന്ന് തിരിച്ചങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണല്ലേ, ബോൾ ഇവിടെ വന്നിട്ടല്ലേ, ബോൾ ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വരെ വന്ന് നിന്നു. എന്നിട്ട് ഗലീലിയോ എന്താക്കി ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ അല്ലേ, ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ സ്ലോപ്പ് കുറച്ചു അല്ലേ, ചെരിവ് കുറച്ചു. ഇപ്പോൾ നേരത്തെ ചെരിവ് എത്ര ഉണ്ടായിരുന്നു, നേരത്തെ ഇത്ര ചെരിവുണ്ടായിരുന്നു അല്ലേ, നേരത്തെ ഇത്ര ചെരിവുണ്ടായിരുന്നു. ഇപ്പോൾ എന്താക്കി നേരത്തെ നല്ല ചെരിവുണ്ടായിരുന്നു അല്ലേ, നേരത്തെ നല്ല ചെരിവുണ്ടായിരുന്നു. ഇപ്പോൾ ചെരിവ് കുറച്ചു. അങ്ങനെ ചെരിവ് കുറച്ചപ്പോൾ എന്താ സംഭവിക്കുന്നതാണ് നോക്കിയത്. ഇപ്പോൾ ചെരിവ് കുറച്ചപ്പം ന്യൂട്ടനല്ല ഗലീലിയോ കണ്ടെത്തിയ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതേ സെയിം ഹൈറ്റ്, ഇപ്പോൾ ഇവിടെ ഈ ഹൈറ്റ് ഒരു 3 സെൻറ്റിമീറ്ററാണെന്ന് വിചാരിക്കാം. ഞാൻ ഏകദേശം പറയാം കേട്ടോ, ഈ 3 സെൻറ്റിമീറ്ററാണെന്ന് വിചാരിക്കാം. ഈ ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതേ ഹൈറ്റ് തന്നെ പിന്നെയും സഞ്ചരിക്കുകയാണ് ബോൾ, 3 സെൻറ്റിമീറ്റർ തന്നെ പിന്നെയും സഞ്ചരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് കൂടിയില്ലേ. നേരത്തെ ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ളൂ അല്ലേ, ഇപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കൂടി. ഇപ്പോൾ നേരത്തെ ഒരു 5 ആണെങ്കിൽ ഇപ്പോൾ ഒരു 7 ആയെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു 7 ആയെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ചെരിവ് കൂട്ടും തോറും ചെരിവ് ഇങ്ങനെ പിന്നെയും കൂട്ടുകയാണെങ്കിൽ ഇതേ 3 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ബോൾ പിന്നെയും സഞ്ചരിക്കും. അപ്പം ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്താവും, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കൂടും. അപ്പോൾ ഗലീലിയോ ആലോചിച്ച് നോക്കി അങ്ങനെയാണെങ്കിൽ ചെരിവ് മൊത്തമായിട്ട് കുറച്ച് അല്ലേ, ചെരിവ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് അവസാനം ചെരിവ് 0 ആക്കി. അതാണ് ഇവിടെ കാണുന്നത് അല്ലേ, ഇവിടെ ചെരിവ് 0 ആക്കി. അപ്പോൾ ചെരിവ് 0 ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, അപ്പോൾ നമുക്ക് ചെരിവ് കുറയ്ക്കുമ്പോഴും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കൂടി വരുന്നതാണ്. ചെരിവ് വളരെ 0 ആക്കിയപ്പോൾ ഗലീലിയോക്ക് മനസ്സിലായി, എന്ത് 0 ആക്കുമ്പോൾ ബോൾ എന്താവും, ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കും അല്ലേ, ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കും. ബോൾ നേരെ ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, നിങ്ങളെന്നെ ആലോചിക്കുന്നുണ്ടാവും, അതെങ്ങനെ നടക്കാൻ, ശരിയല്ലല്ലോ. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രിക്ഷനില്ലേ, നമ്മൾ ബോള് സർഫസിൽ തട്ടിയിട്ടുള്ള റബ്ബിങ് ഉണ്ടായതുകൊണ്ടാണ്, പൊരുതുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ബോൾ നിന്ന് വന്നത്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ബോൾ ഇൻഫിനിറ്റി വരെ പോയി കൊടുക്കും. ഇതാണ് ഗലീലിയോ കണ്ടെത്തിയത് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്, ഗലീലിയോ എന്ത് കണ്ടെത്തിയല്ലേ, ഇതിപ്പോൾ എന്താ എല്ലാവർക്കും അറിയണമല്ലേ. പക്ഷേ ഇതിന് മുമ്പായിട്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനം നീക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കണം എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു അമ്പും വില്ലും എടുത്തിട്ട് വില്ലിനെ നമ്മൾ വിടാണ്. അങ്ങനെയാണെങ്കിൽ ആ വില്ല് പോകാൻ കാരണം അരിസ്റ്റോട്ടിൽ പറഞ്ഞ കേട്ടോ, ഞാൻ പറഞ്ഞതല്ലേ, അരിസ്റ്റോട്ടിൽ പറഞ്ഞാണ്, വില്ല് പോകാൻ കാരണം ആ കാറ്റ് അതിനെ തുടർന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്, അതിനെ തള്ളുന്നുണ്ട്, കാറ്റ് അതിന് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വില്ല് പോകുന്നതെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. പക്ഷെ ഇത് തെറ്റാണെന്ന് ഗലീലിയോ ഈ എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്യാണ്. കാരണം എന്താണ്, ഇപ്പോൾ ആരും തള്ളുന്നില്ലല്ലോ ഇവിടുത്തെ ബോളിനെ ആരും തള്ളാതെ തന്നെ അല്ലേ ബോള് കുറേ ദൂരം പോകുന്നുണ്ട്. അപ്പോൾ അത് ഗലീലിയോ എന്താക്കി, തെറ്റാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നേരത്തെ പറഞ്ഞ അരിസ്റ്റോട്ടിൽ അമ്പും വില്ലിൻ്റെ കഥ ആണെന്ത്, അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണ് അല്ലേ, ഒരു നെറ്റ് ഫോഴ്സും no net force is needed to keep the body moving in constant velocity.
കോൺസ്റ്റന്റ് വെലോസിറ്റി നമ്മൾ എന്ത് പറയും? യൂണിഫോം മോഷൻ എന്ന് പറയും. അപ്പോൾ യൂണിഫോം മോഷനിൽ നമുക്കൊരു ബോഡിനെ കീപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് വേണ്ട? ഒരു നെറ്റ് ഫോഴ്സിൻ്റെ ആവശ്യമില്ല. അതാണ് ഗലീലിയോൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷൻ. അപ്പം ഇതും ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയാൻ കാരണം നമുക്ക് എന്താണെന്ന് പറയാം, അടുത്ത പേജിൽ പറയാം. അപ്പോൾ ലോ ഓഫ് ഇനേഷ്യ നിങ്ങൾക്ക് 2016 ചോദിച്ചിരുന്നു അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇനേഷ്യനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 0, എ ബോഡി അറ്റ് റെസ്റ്റ് കണ്ടിന്യൂസ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, യൂണിഫോം മോഷനിലാണെങ്കിൽ നമുക്ക് വേറെ ഫോഴ്സ് ഒന്നും വേണ്ട, അതേപോലെ റെസ്റ്റിലാണെങ്കിൽ നമുക്ക് വേറെ ഫോഴ്സ് ഒന്നും വേണ്ട, അല്ലേ? അതാണ് പറഞ്ഞത്, ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 0, എ ബോഡി അറ്റ് റെസ്റ്റ് കണ്ടിന്യൂസ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ് ആൻഡ് എ ബോഡി ഇൻ മോഷൻ continues to move with a uniform velocity. This property of body is called inertia. അപ്പോൾ ഇതാണ് ഇനേഷ്യനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട കാര്യം. അപ്പോൾ ഇനേഷ്യ എന്ന് പറയുന്നത് മാറ്റത്തിനെതിരെ എന്നുള്ള ഒരു അർത്ഥമാണ്. മാറ്റത്തിന് എതിരെ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അല്ലേ? എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്താണ്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇല്ല എങ്കിൽ, റെസ്റ്റിലാണ് ആ ബോഡി ഉണ്ടായിരുന്നതെങ്കിൽ ആ റെസ്റ്റിൽ തന്നെ തുടരും. ഇനി ഫോഴ്സ് യൂണിഫോം മോഷനിലാണെങ്കിൽ അത് യൂണിഫോം മോഷനിൽ തന്നെ തുടരും. അപ്പം അതിനെ നീക്കാൻ നമുക്ക് കുറച്ച് പാടുപെടണം, അല്ലേ? ഒരു ട്രെയിൻ നല്ല സ്പീഡിൽ വരാണ്, നല്ല ട്രെയിൻ സ്പീഡിൽ വരാണെങ്കിൽ നമ്മൾ പിടിച്ചെടുത്താൽ നിൽക്കുമോ? ഇല്ല, അല്ലേ? ഇനിയിപ്പോൾ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി തന്നെ നിർത്തിയാൽ തന്നെ നിൽക്കൂല, കുറച്ച് കൈ നിൽക്കാൻ, അല്ലേ? അതിനാണ് ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ലോ ഓഫ് ഇനേഷ്യ. അപ്പോൾ നമ്മൾ പഠിച്ചത് ഈ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? ഈ ലോ ഓഫ് ഇനേഷ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. അപ്പോൾ 2016 3 മാർക്കിന് തോന്നുന്നു, 3 മാർക്കിന് ഈ ഇനേഷ്യൻ്റെ ഇത് സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ മാത്രം ചോദിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാവരും പഠിച്ചു വെക്കാം.